ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുക്കിംഗ് ഒന്നും വലിയൊരു കുക്കിംഗ് ചെയ്യുന്ന ഒരു സാറ്റർഡേ അല്ല. ഇന്നെനിക്ക് ചെറിയ മടിയൊക്കെ ഉണ്ട് കുക്ക് ചെയ്യാനൊക്കെ. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പുട്ടും കടലയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയായപ്പം വിചാരിച്ചു പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട് അപ്പം ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. ആ കാര്യം ചെയ്ത് തീർത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരാമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഹാഫ് ഡേ, സാറ്റർഡേ ഒരു ഹാഫ് ഡേ തൊട്ടുള്ള വ്ളോഗാണ്. പിന്നെ ഞാൻ രാത്രി അതിന് പ്രത്യേകിച്ച് ഞങ്ങളൊന്നും എവിടെ പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ആദ്യം പോയി ഫുഡ് കഴിക്കും ഉച്ചക്കത്തെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആവശ്യം തീർത്ത് കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ലേറ്റ് ആവുകയാണെങ്കിൽ അതും അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച ചെറിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോകുന്നത്. നമ്മുടെ സ്ഥിരം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നിടത്ത് തന്നെയാണ് പോകുന്നത്. നേരെ ഫിൽറ്റർ കോഫിയിലേക്കാണ് പോകുന്നത്. വെയിൽ, അയ്യോ എൻ്റെ ദൈവമേ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രം വെയിലായിരുന്നു. ആ വെയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ശബ്ദം ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ 2 ദിവസം ഒന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും ഈ പരിവായി. അപ്പോൾ ഞങ്ങൾ ഫിൽറ്റർ കോഫിയിലെത്തി. നല്ല സാമ്പാർ സാധമാണ് എനിക്ക് കഴിക്കാൻ തോന്നിയത്. അപ്പോൾ അതും ശ്രീഹരി വെജിറ്റബിൾ ബിരിയാണി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതൊരു വെജിറ്റബിൾ ബിരിയാണി അല്ല, ഒരു പുലാവ് പോലെയാണ്. പക്ഷേ അതും നല്ല ടേസ്റ്റാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പം എനിക്ക് സാമ്പാർ സാധവും ശ്രീഹരിക്ക് ആ പുലാവ് വാങ്ങിച്ചു. ഇതിങ്ങനെ സാമ്പാർ സാധവും തൈരും പപ്പടവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേ ഞാൻ ആ കിഴങ്ങ് എന്തോന്ന് നോക്കുമായിരുന്നു. ആ ഫ്രൂട്ട്സിൻ്റെ കൂടെ കിഴങ്ങാണോ എന്തോ ഒന്ന് മനസ്സിലാകുന്നു, നീളത്തിൽ ഇരിക്കുന്ന കാര്യം അതെന്താണെന്ന് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ എനിക്ക് സാമ്പാർ സാധനം ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഭയങ്കര സുഖവും തോന്നുമായിരുന്നു. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങ് വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ കയറാമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് വെയിൽ കൊണ്ട് ഭയങ്കരമായ ഒരു ക്ഷീണമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലത്ത് പിന്നെ ഒന്നാമത് ഈ അവിടെ തന്നെ കിടന്ന് കറങ്ങിയപ്പം ഹൈവേയിലൊക്കെ വെച്ച് ബ്ലോക്കിലൊക്കെ കുറച്ച് നേരമൊക്കെ കിടക്കേണ്ടി വന്നു. അങ്ങനെ വന്ന് വെയിലൊക്കെ അടിച്ച് ഒരുമാതിരി പരുവായി. അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. അല്ലെങ്കിൽ പിന്നെ വീണ്ടും വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാനൊരു പരുവായി. വീണ്ടും അങ്ങ് ഭയങ്കരമായി ചിലപ്പോൾ നീരിറങ്ങുകയൊക്കെ ചെയ്യും. എനിക്ക് നീരിറങ്ങി. ഇത് 2 ദിവസം പിറ്റേ ദിവസം തൊട്ടേ പതുക്കെ തുമ്മലും ചീറ്റലൊക്കെ ആയി. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ നേരം നിന്നില്ല, ഞങ്ങൾ നേരെ അങ്ങ് വീട്ടിലേക്ക് പോന്നു.
അങ്ങനെ വരുന്ന വഴിയെല്ലാം ഞങ്ങൾ കരിക്ക് കണ്ടാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് തിരിയുന്ന വഴിക്ക് ഒരു കരിക്ക് കച്ചവടക്കാരനുണ്ട്, അപ്പം അവിടുന്ന് വാങ്ങിച്ച് കുടിക്കാമെന്ന് കരുതി മുമ്പേ കണ്ടെടുത്തൊന്നും ഒന്നും കുടിച്ചില്ല. ഇവിടെ ദേ വന്നപ്പോഴത്തേന് അങ്ങേരിയില്ലായിരുന്നു, ഞങ്ങൾ ശശിയായിപ്പോയി. ഹായ്, അപ്പോൾ ഇപ്പോൾ രാത്രി ഏകദേശം 8 മണിയൊക്കെ ആകാറായി. എന്തോ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണമായിപ്പോയി. എന്ന് വെച്ചാൽ ആ ഒരു സമയത്തല്ലേ ഇറങ്ങിയത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ പോയി, എന്നിട്ട് തിരിച്ച് വന്ന്, എന്നിട്ട് ഞങ്ങൾക്ക് എന്താ സൗകര്യം ഒരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഞങ്ങളുടെ ആ തൊട്ടടുത്ത് ഈ വഴിയുടെ ഇവിടെ ഒരു കരിക്ക് വിൽക്കുന്നിടമുണ്ട്. അപ്പം അവിടെ വന്ന് കരിക്ക് കുടിച്ചിട്ട് കയറി ഇനി തിരിച്ച് അപ്പാർട്ട്മെൻറ്റിൽ വരാമെന്ന് വെച്ചപ്പോഴത്തേന് അവിടുത്തെ ഞങ്ങൾ വന്ന് നിന്ന സമയത്ത് കരിക്കുകാരനില്ല. ഞങ്ങൾ അവിടെ നോക്കി നിന്നു. നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് അയാൾ വന്നുമില്ലേ, എവിടെ വല്ലതും ചോറുണ്ണാൻ പോയപ്പോലും പോയി കാണും. അങ്ങനെ അങ്ങ് ഭയങ്കര ക്ഷീണമായിപ്പോയി. പിന്നെ തിരിച്ച് ഇവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് കയറി കിടന്നു. പിന്നെ ഞാൻ കുളിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. ഇപ്പം ചിക്കൻ കറിയും, പിന്നെ ഇന്നലെ ഞാനൊരു ചിക്കൻ ഗ്രില്ല് ഇട്ടിരുന്നു, ഓവൻ ഗ്രില്ല് ചെയ്തായിരുന്നു. 2 ചിക്കൻ്റെ ഇങ്ങനെ ലെഗും തൈയും കൂടെ ഉള്ള പീസാണ്. 2 പീസ് എന്ന് പറയുമ്പോഴത്തേനും ഒരാൾക്ക് കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ അത് ഞാൻ ഇത് ഫുഡ് ആക്കിക്കൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ്. അത് 3 പീസായിട്ടാണ്, പാക്ക് ഓഫ് 3 ആയിരുന്നു അത്. അപ്പോൾ അതിൽ 2 എണ്ണം ഞാൻ ഇന്നലെ എടുത്തു. അപ്പോൾ ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചു. ഞാൻ ആദ്യം വിചാരിച്ചു അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഇന്ന് വൈകിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന്, പോയിട്ടൊക്കെ വന്നേ. പക്ഷെ എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു. ആ വെയിൽ കയറി അങ്ങ്. ഇപ്പോൾ ഇവിടെ ചൂടുണ്ട്, വെയിൽ ഭയങ്കരമായിട്ടും ഇതായി. ഉച്ച സമയത്ത് ഇറങ്ങുന്നത് ഇപ്പം അതും 2 വീലറിലൊക്കെ ഭയങ്കര പാടായി. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് ഒട്ടും ഒരു സുഖം തോന്നില്ല. പിന്നെ കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. ഇതുപോലെ നോണായിട്ട് എന്തെങ്കിലും ഇന്ന് കഴിച്ചാൽ കൊള്ളാമെന്നും ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ മനഃപൂർവ്വമാണ് ഞങ്ങളുടെ ഫുഡ് ഈ വെജ് പുറത്തു പോകുമ്പോൾ ഇപ്പം അങ്ങനെ വെജേ കഴിക്കത്തുള്ളൂ 2 പേരും. പിന്നെ ഫിൽറ്റർ കോഫിയുടെ ആ സൈഡിലേക്കായിരുന്നു ഞങ്ങൾക്ക് ഓൾറെഡി കല്യാൺ നഗർ ഏരിയയിലേക്കായിരുന്നു പോകേണ്ടത്. അപ്പോൾ അവിടെ കയറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ സാദം. എനിക്ക് അവിടുത്തെ സാമ്പാർ സാദം ഇഷ്ടം. ഉച്ച സമയത്ത് ശ്രീഹരിക്ക് അവിടുത്തെ വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു പുലാവ് പോലെ, പക്ഷെ അതിന് നല്ല ടേസ്റ്റാണ്. അതും സാലഡും പപ്പടവും ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പം ശ്രീഹരി അതുമാണ് കഴിച്ചത്. ഞാൻ നമ്മുടെ സാമ്പാർ സാദം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. പിന്നെ അങ്ങനെ ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിക്കാൻ രാത്രി നോർമലായിട്ട് ചപ്പാത്തിയും രാവിലത്തെ കടലക്കറിയും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പം വൈകുന്നേരം ഒരു സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേനും ചിക്കൻ കറിയൊക്കെ ആ ഒരു പീസ് ചിക്കനേ ഉള്ളൂ, അത് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് ബാക്കി എനിക്ക് ഇന്നലെ ഞാൻ അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ചിക്കൻ ഗ്രില്ല് ചെയ്തതിൻ്റെ ആ മസാല ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഇതുപോലെ ഫിഷ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഫിഷിനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ ചിക്കൻ തന്നെ ഞാൻ ആക്കി. പിന്നെ കുറച്ച് ചിക്കൻ 1 കിലോ വാങ്ങിച്ച് കറിയും വെച്ചു. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. ഇതെല്ലാം അടുപ്പത്തായി. നിലവിലിപ്പോൾ ഇതെല്ലാം അടുപ്പത്തായി. അപ്പം ചിക്കൻ കറിയുടെ റെസിപ്പി, അതൊരു ബേസിക് ചിക്കൻ കറി ഞാൻ പണ്ടങ്ങാനൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ അമ്മ വെക്കുന്ന ഒരു ബേസിക് ചിക്കൻ കറി. ഇപ്പം ഞാൻ കുറേ നാളായിട്ട് എപ്പോഴും എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഞാൻ ഇട്ടത്. പിന്നെ അങ്ങനെ ഇടുന്നത് കൊണ്ട്, അങ്ങനെ ഞാൻ വെക്കുന്നതുകൊണ്ട് ആ ടൈപ്പ് ചിക്കൻ സംഭവങ്ങളാണ്, ചിക്കൻ റെസിപ്പീസാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു പഴയ ഒരു അമ്മയൊക്കെ വെക്കുന്ന ഒരു ബേസിക് ചിക്കൻ കറി
വെക്കാമെന്ന്. സാധാരണ ഒരു ചിക്കൻ കറി ഒരു പെരട്ടലുകളും ഒന്നും ഇല്ലാതെ എളുപ്പം ആക്കുകയും ചെയ്യും. വലുതായിട്ട് സബോളയൊന്നും തീരെ നൈസായിട്ടൊന്നും അരിയേണ്ട, തക്കാളിയൊന്നും തീരെ നൈസായിട്ട് അരിയേണ്ട ഒരു ബേസിക് ഒരു ചിക്കൻ കറി. അതും അതിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തി. പിന്നെ ഈ ചിക്കൻ കറിക്കകത്ത് ഒരു കാര്യം മിസ്സിങ്, കുറച്ച് കറിവേപ്പിലയുടെ അഭാവമുണ്ട്. ഇച്ചിരിയേ ഉള്ളായിരുന്നു കറിവേപ്പില, എനിക്കിനി അതൊക്കെ പോയി വാങ്ങിക്കണം നാളെ. പിന്നെ തേങ്ങാക്കൊത്ത്, തേങ്ങയും തീർന്നിരിക്കുക. തേങ്ങ തിരുമ്മിയത് ഒരു സ്വല്പം ഇരിപ്പുണ്ട്, അല്ലാതെ എനിക്കത് നാളെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, നാളെ രാവിലെ വരും. അപ്പോൾ തേങ്ങാക്കൊത്തും ഇല്ല. ആ രണ്ട് കാര്യങ്ങൾ ഇല്ല. പക്ഷെ എന്താ പറയുന്ന, ആ ഒരു ബേസിക് ഒരു പഴയ ഒരു ചിക്കൻ കറി, വലിയ ഈ ചിക്കൻ മസാലയും അങ്ങനെ പുറത്തുനിന്നുള്ള മസാലകളൊന്നും ഇടാതെ ഗരം മസാല മാത്രം ഇട്ട് ഒരു ചിക്കൻ കറി ഞാൻ വെച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുകിട്ടൊന്ന് പൊട്ടിക്കുക, പിന്നെ മുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന തീർന്നു ആയതുകൊണ്ട് ഞാൻ ചേർത്തില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പട്ടയും ഗ്രാമ്പും ഏലക്ക ഒന്ന് മൂപ്പിക്കണം, ചെറുതായിട്ടൊന്ന് മൂക്കണം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണയിലേക്ക് നേരിട്ട് ചേർക്കുമ്പോഴത്തേക്കിനും അത് ഓവറായിട്ട് അങ്ങ് മൂത്ത്, പ്രത്യേകിച്ച് ആ വെളുത്തുള്ളി ഓവറായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ചുവ വരും കറിക്ക്. അപ്പോൾ അത്രയും അങ്ങ് മൂപ്പിക്കല്ലേ. അതിന് മുമ്പൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് സബോള ചേർക്കണം. അപ്പോൾ അത് കറക്റ്റ് പാകത്തിനുള്ള മൂപ്പായിരിക്കും. അപ്പം ഇതങ്ങോട്ട് മൂത്ത് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കൻ, 1/2 കിലോയിലും കുറച്ച് കൂടുതലുണ്ട് ചിക്കന് വേണ്ടിയിട്ടാണ് ഞാൻ 2 സബോള എടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. ഈ ചിക്കൻ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒത്തിരി അങ്ങ് സബോള അങ്ങ് വഴഞ്ഞ് അങ്ങനെയൊന്നും പോകണ്ട. സബോളയും തക്കാളിയും, സബോളയൊന്ന് വഴലണം, ആ ഒരു ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം. അല്ലാതെ അങ്ങനെ ഒത്തിരി മൂപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. ഒരു എന്താ പറയുന്ന ഒരു എല്ലാവരും ആദ്യം വെക്കുന്ന ഒരു ടൈപ്പ് ചിക്കനാണ് ഒരു ചിക്കൻ കറി ഇല്ലേ. ഞാനൊക്കെ ആദ്യമായിട്ട് വെച്ച ഒരു ടൈപ്പ് ചിക്കൻ കറിയാണ്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യം, പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ ചിക്കൻ മസാലയൊന്നും ചേർക്കാതാണ്, ഗരം മസാല ചേർത്താണ് ഇങ്ങനെ ആദ്യമായിട്ട് ചിക്കൻ കറി വെച്ചതല്ല. ചിക്കൻ മസാല ഒന്നും ചേർക്കാത്ത ഒരു പ്ലെയിൻ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. ഇപ്പം ഒത്തിരി നാളായി ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട്. കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എനിക്ക് ചിക്കൻ മേടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ തോന്നും. അങ്ങനെ തോന്നുമ്പം ഞാൻ പിന്നെ അത് മാത്രമല്ല ശ്രീഹരി ഓരോന്നൊക്കെ പറയും, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ടൈപ്പ് ചിക്കൻ കറിയുടെ കാര്യം ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങ് മറന്നിരിക്കുകയായിരുന്നു. ഇന്ന് ഭയങ്കര ക്ഷീണത്തിലൊക്കെ വന്നപ്പോൾ ഒരു പഴയ ഒരു ചിക്കൻ കറി, അമ്മയൊക്കെ വെക്കുന്ന ടൈപ്പ് ഒരു ചിക്കൻ കറി വെച്ചാലും എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. പിന്നെ ഇതിനകത്തെ ഒരു മെയിൻ കാര്യം എനിക്ക് മിസ്സിങ് ആയിരുന്നു, തേങ്ങാക്കൊത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചിക്കൻ, ബീഫ്, മട്ടനകത്തൊക്കെ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത്. പക്ഷെ ഉണ്ടല്ലോ, ഇതിനകത്ത് എൻ്റെ കയ്യിൽ തേങ്ങ ഇരിപ്പില്ലായിരുന്നു. എനിക്കതൊക്കെ എൻ്റെ തേങ്ങയൊക്കെ ഞാൻ വാങ്ങിച്ച് തീർന്നായിരുന്നു. ഈ സാധനങ്ങളൊക്കെ തീർന്നു, വീക്കെൻഡൊക്കെ അല്ലേ. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ ശനിയാഴ്ചയൊക്കെ പുറത്തു നിന്നൊക്കെ കഴിക്കുന്നുണ്ട്. അധികം ഞാൻ ഞായറാഴ്ചകളിൽ ഞാൻ വാങ്ങിക്കത്തുള്ളൂ. വെള്ളിയാഴ്ച, വ്യാഴം, വെള്ളിയൊക്കെ ആകുമ്പോഴത്തേനും അപ്പോഴേ ഞാൻ വാങ്ങിച്ച് വെക്കത്തില്ല. ഞാൻ വിചാരിക്കും ഞായറാഴ്ച അങ്ങ് വാങ്ങിച്ചാൽ പോരെയെന്ന്. അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് എൻ്റെ ഈ തേങ്ങാക്കൊത്തില്ലായിരുന്നു. തേങ്ങ തിരുമ്മിയത് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങ് വറുത്തരച്ച ചിക്കൻ കറിയാവും. അങ്ങനെ എനിക്ക് വറുത്തരച്ച ചിക്കൻ കറി വെക്കാനും തോന്നിയില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തക്കാളി ഞാൻ ചേർത്ത് അരിഞ്ഞു വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊടികൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ആ വക പൊടികളൊക്കെ ചേർത്ത് പൊടികൾ നന്നായിട്ട് മൂക്കണം. പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്തതിന് ശേഷം വേണം തക്കാളി ചേർക്കാൻ വേണ്ടിയിട്ട്. കാരണം തക്കാളിക്കകത്തൊരു വെള്ളമയമൊക്കെ ഇല്ല. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട് തക്കാളി ചേർത്തിട്ട് തക്കാളിയും ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി ഒന്ന് സോഫ്റ്റാക്കി കിട്ടിയാൽ മതി. അങ്ങനെ ഇതിനങ്ങനെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട. ഒന്ന് ആവി കയറ്റി ഒന്ന് സോഫ്റ്റാക്കിയിട്ടതിന് ശേഷം ഇതിലേക്ക് അങ്ങ് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചിക്കനിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളം ഇറങ്ങും.
പക്ഷേ ചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എനിക്ക് കുറച്ചുകൂടി ഉപ്പ് വേണമെന്ന് തോന്നിയായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഈ ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് അങ്ങ് അടച്ച് വെക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇത് ഒരു ലോ മീഡിയം ഫ്ലെയിമിലിരുന്ന് തന്നെത്താനിങ്ങനെ അങ്ങ് വെന്ത് വന്നോളൂ. നല്ല വെള്ളമൊക്കെ ഇറങ്ങി പാകത്തിന് ഒരു ഗ്രേവിയൊക്കെ ആയിട്ട് വരും. ഇത് കുക്കറിൽ വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമാണ്, പക്ഷേ കുക്കറിൽ വെച്ചാൽ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടത്തില്ല. ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒന്നാമത് ഇച്ചിരി വലിയ പീസാണ്. അത് മാത്രമല്ല നമ്മളെ എണ്ണ കുറച്ച് ചെയ്യുമ്പോഴത്തേനും അടച്ച് വെച്ച് എണ്ണ വേവിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണേ, എണ്ണ കുറച്ച് ഉപയോഗിക്കുമ്പോൾ. അപ്പം അത് അടച്ചിരിക്കട്ടെ, അതായി വരുന്ന. അപ്പോൾ ചിക്കൻ കറിയുടെ അവസ്ഥ ഇപ്പം ഇതാണ്. വെള്ളം കുറേ ഇറങ്ങി വന്നാണ്. കുറച്ച് നേരം കൂടെ ഇത് സാധാരണ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് റെസ്റ്റ് ഹോമിൽ നിന്നാണ് ചിക്കൻ വാങ്ങിക്കുന്നത്. ഇപ്പം ഞങ്ങൾ പക്ഷേ ഇത് പുറത്തു പോയി വാങ്ങിച്ച ചിക്കനാണ്. പുറത്ത് നമ്മൾ കടയിൽ പോയി വാങ്ങിച്ച ചിക്കനാണ്. അപ്പം ഞാൻ ചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ മാത്രമേ ആ വെള്ളം ചേർത്തുള്ളൂ. ബാക്കിയെല്ലാം ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. പക്ഷെ ഇനി കുറച്ച് നേരം കൂടി ഇതിരുന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. ഇവിടെ ആക്ച്വലി ഡിന്നറൊക്കെ ലേറ്റാണ്. ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇന്നത്തെ ദിവസമൊന്നും ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇല്ല, ശനിയാഴ്ച. കാരണം ശനിയാഴ്ച എന്തായാലും ഞങ്ങൾ പുറത്തു പോകും. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പുറത്ത് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ 5 ദിവസം 6 ദിവസം നാളെ ചിലപ്പോൾ എനിക്ക് പിടിക്കാൻ പറ്റും. നാളെ വൈകുന്നേരം ഒന്നും അത്ര ലേറ്റ് ആകത്തൊന്നുമില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ ഒരു 5-6 ദിവസം ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്. ഇന്ന് പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഭയങ്കരമായിട്ടും ഒരു ചൂടും ചൂട് വരുമ്പോഴത്തേനും തണുപ്പത്ത് പുറത്തിറങ്ങിയ ഇത്ര ക്ഷീണമില്ല, ചൂടത്ത് പുറത്തിറങ്ങിയ ഭയങ്കര ക്ഷീണമാണ്. അപ്പം ഇനി ഞാൻ പോയി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആവും അങ്ങ് ഡിന്നർ. ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ എനിക്കിനി മറ്റന്നാളത്തേക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് അരി ഉഴുന്നൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇടണം. നാളെ ഇനി രാവിലത്തെ കടലക്കറി നാളെ എടുക്കാൻ വേണ്ടി. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലെ പുട്ടായിരുന്നു, പുട്ടിൻ്റെ കടലക്കറി. അത് പിന്നെന്താണ്, അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ വേഗം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്തു നന്നായിട്ട്. ഇത്രയും കുറച്ചൊന്ന് ഗ്രേവി ഇരുന്നോട്ടെ, കാരണം ഇനി കുറച്ച് നേരം കൂടെ ഞാൻ ചപ്പാത്തി ചുട്ട് കഴിയുമ്പോഴത്തേനും ഇതൊന്ന് സെറ്റാവും, ഇരുന്നൊന്ന് ഇത് ഗ്രേവിയൊക്കെ ഒന്ന് തിക്കാവും. അപ്പോൾ ഞാനിതങ്ങ് ഓഫ് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ വറ്റിക്കേണ്ട കാര്യമില്ല, വെള്ളം ഇത്ര ഇരുന്നോട്ടെ. അപ്പോൾ പിന്നെന്താണ്, ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡിയായി. ഇതിൻ്റെ മസാല ഞാൻ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് ചെയ്ത മസാലയാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. കണ്ടോ, ഇത് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേവിയൊക്കെ നല്ല കറക്റ്റായി, നല്ല പെർഫെക്റ്റ് ആയായിരുന്നു. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി. ഹായ്, അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ തീർന്നു വന്നപ്പോഴത്തേനും ഇപ്പോൾ സമയം 11 മണിയായി. സാധാരണ എൻ്റെ പരിപാടി ഒരു 10 മണിക്ക് മുമ്പ് എന്തായാലും 9 മണിയൊക്കെ 9-9:30 വരെയൊക്കെ കൊണ്ടെല്ലാം തീർക്കുന്നത് ഞാൻ. ഇന്ന് രാത്രിയിലത്തെ പണിയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ 8 മണിയായി. അപ്പോൾ മൊത്തത്തിലിപ്പം അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു. ഞാൻ നാളെ അരയ്ക്കാനുള്ള റാഗി ഉഴുന്ന് ഇതെല്ലാം വെള്ളത്തിലിട്ടു. ഇനി നാളെ രാവിലെ രാത്രി ഞാൻ ഇട്ട് വെക്കുന്നതിൻ്റെ കാര്യം. ഇപ്പം വേണമെങ്കിൽ ഉച്ചയ്ക്ക്
ഒരു രാവിലെ ഇട്ട് വെച്ചിട്ട് ഒരു ഉച്ച കഴിഞ്ഞ് അരച്ച് കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ എനിക്ക് സൗകര്യം രാവിലെ അരയ്ക്കുന്നതാണ്. രാവിലെ നടന്നിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ നേരെ കയറി ഇതങ്ങ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് ഒരു രാത്രി വരെ തിരിഞ്ഞു നോക്കണ്ട. പിന്നെ രാത്രി ആകുമ്പോഴത്തേനും ഞാനതെടുത്ത് നല്ലതായിട്ട് ഇപ്പോൾ ഒരുമാതിരി പൊളിച്ച് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ രാവിലെ അരച്ച് കഴിഞ്ഞാൽ രാത്രിയാവും നല്ലതായിട്ട് മാവ് പുളിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി ടൈമിലൊക്കെ അരച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേനും റെഡിയാവും. ആക്ച്വലി അത് കുറച്ചുകൂടെ നല്ല. പക്ഷെ എനിക്ക് ഉച്ച ആകുമ്പോഴത്തേനും എനിക്കൊരു ഉച്ചക്കത്തെ പണിയൊക്കെ കഴിയുമ്പോൾ എനിക്കൊരു ക്ഷീണം വരും. അപ്പോൾ ഇപ്പം ഞാൻ തലേദിവസം രാത്രിയിലിടും. ഓർക്കും മറന്നുവാണെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെ എടുത്തുള്ളൂ. ഓർക്കുവാണെങ്കിൽ നാളെ അരച്ച് വെച്ചു. രാത്രിയാകുമ്പോൾ എല്ലാം ഇങ്ങനെ വേറെ പാത്രങ്ങളിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കും. തിങ്കളാഴ്ച തൊട്ട് യൂസ് ചെയ്ത് തുടങ്ങാം. അങ്ങനെ ഇപ്പം ചെയ്യുന്നത്. പിന്നെന്താണ്, അപ്പം ഇന്നത്തെ സാറ്റർഡേ അങ്ങനെ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് വെയിൽ തലക്കടിച്ച് ഒരുമാതിരി കുറേ നാളായി ഇങ്ങനെ ഒന്ന് വെയിൽ കൊണ്ടിട്ട്. കുറേ നാളായി ഇങ്ങനെ കുറേ നാളെന്ന് വെച്ചാൽ കഴിഞ്ഞ സമ്മറിൽ ഇവിടെ വെയിൽ ഉള്ളപ്പോൾ അങ്ങനെ കൊണ്ടതാ. അത് കഴിഞ്ഞ് ഒരു മെയ് ഒക്കെ കഴിയുമ്പം ഈ ഒരു ഫെബ്രുവരി ആക്ച്വലി ഇപ്പം ചൂട് തുടങ്ങി വരുന്നതേ ഉള്ളൂ. മാർച്ചിൽ അത്യാവശ്യം നല്ല ചൂടാവും. മാർച്ചിൽ പിന്നെ ഏപ്രിലും കാണും. മെയ് ഒക്കെ ആകുമ്പോഴത്തേനും കുറയും. അപ്പോഴത്തേനും ഈ വെയിലിൻ്റെ ശക്തി അങ്ങ് കുറയും. വെയിൽ അടിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. ഇന്ന് ഭയങ്കരമായിരുന്നു ഇന്നത്തെ വണ്ടി യാത്ര. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നൊരു സാറ്റർഡേ ഒക്കെ അങ്ങ് പോയി. ഞാൻ വിചാരിച്ച രീതിയിൽ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. അത് വേറെ ഏതൊക്കെയോ വഴിക്ക് അങ്ങ് പോയി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.